തീർച്ചയായിട്ടും സ്നേഹം തന്നെയാണ് എല്ലാവർക്കും. ഞാൻ തന്നെ സർപ്രൈസായി. എനിക്ക് ബെസ്റ്റ് ഡെബ്യൂട്ടൻ്റെ അവാർഡ് കിട്ടി ബിഗ് FM-ൻ്റെ. അപ്പോൾ അവിടെ പോയപ്പോൾ ജയസൂര്യ സർ, കുറേ പേര്, വിജയ് യേശുദാസ്, കുറേ പേര് കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു. ആൻഡ് വിഷസൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഫാനാണ് അങ്ങനെയൊക്കെ. പിന്നെ നിവിൻ പോളി വന്നിരുന്നു ഞങ്ങളുടെ ലോഗോ ഇനോഗ്രേഷന് വേണ്ടി. അപ്പോൾ നിവിൻ ചേട്ടനും ഭയങ്കര ഫാനാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ തൈക്കുടം ബ്രിഡ്ജിൻ്റെ പാട്ടാണ് കേൾക്കാറ്, എൻ്റെ ബെസ്റ്റ് ബാൻഡാണ് എന്നൊക്കെ നിവിൻ ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. നല്ല അപ്രിസിയേഷൻ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് വിശ്വാസം. ഞാനിപ്പോൾ 4-5 പടത്തിൽ, ഒരു 3-4 പടത്തിൽ ഇപ്പോൾ ഓൾറെഡി പാടിയിട്ടുണ്ട്. പേരൊക്കെ പറയണോ? പേര് ഒരെണ്ണത്തിൻ്റെ വേഗം പറഞ്ഞൊരു പടം വരുന്നുണ്ട്, വിനീത് ചേട്ടൻ്റെയാണ് പടം. അതിലൊരു പാട്ട് പാടി, ഗോവിന്ദ് ചേട്ടൻ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. പിന്നെ തൈക്കുടം ബ്രിഡ്ജ് ഒരു പടത്തിൽ മ്യൂസിക്കും ചെയ്യാനുണ്ട്, അത് ഓൺ പ്രോസസ്സാണ്. അത് ഫഹദ് ഫാസിലിൻ്റെ പടം ആണെന്നാണ് ഇതുവരെ ന്യൂസ്. അങ്ങനെ കുറേ പടം ഇത് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു ഭയങ്കര സർപ്രൈസിങ് തിങ് വാസ്, എനിക്ക് GV പ്രകാശ് സാറിൻ്റെ കോൾ വന്നു ഫോർ തമിഴ് ഫിലിം. കാരണം അതൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഐ ഹാവ് നോട്ട് ഈവൻ സങ് എ സോങ്. എൻ്റെ 4 ലൈൻ, മന്ദാര ചെപ്പണ 4 ലൈൻ കേട്ടിട്ട് പ്രകാശ് സാറിനെ വിളിച്ചു, ഒരു പാട്ട് പാടിപ്പിച്ചു തമിഴ് പടത്തിൽ. അതൊരു വലിയ സംഭവമായിട്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കൊക്കെ ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ കാരണം ഭയങ്കര ഈസിയാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് കാരണം ഭയങ്കര ഈസിയാണ് ആൾക്കാർക്ക്. ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്കൊരു പുതിയ പാട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. നല്ലതാണെങ്കിൽ പീപ്പിൾ വിൽ അക്സെപ്റ്റ് എന്നാണ് ഞങ്ങൾക്ക് തന്നെ പേഴ്സണലി വി ഹാവ് ഫെൽറ്റ് ഇറ്റ്. ബിക്കോസ് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഞങ്ങൾ മ്യൂസിക് മോജിൽ പാട്ട് ചെയ്തിട്ട് ഇങ്ങനെ 10 lakh വ്യൂസ് ഒക്കെ വരും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ വാട്ട് വി കെയിം ടു നോ ഇസ്, നമ്മൾ ചെയ്താൽ നല്ല വർക്കാണെങ്കിൽ പീപ്പിൾ വിൽ അക്സെപ്റ്റ് എന്നാണ്. അപ്പോൾ കാരണം ഇപ്പോൾ എവ്രി വൺ വാണ്ട്സ് ടു ഡു സംതിങ് ന്യൂ. ആൾക്കാർക്ക് സംതിങ് ന്യൂ വേണം എന്നൊരു ഇതാണ്. സെയിം പാറ്റേൺ, അത് സെയിം, അങ്ങനെ വി ഹാവ് മൂവ് ഫോർവേഡ്. അങ്ങനെയാണ് ഞാൻ. ഇല്ല, ഒരിക്കലില്ല. കാശിന് വേണ്ടി അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്യണത്. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ ഈ കാശിന് വേണ്ടി ആണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കില്ല, ടു ബി വെരി ഓണസ്റ്റ്. കാരണം 17 ആൾക്കാരുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ കാശിന്. ഇപ്പോൾ ഗോവിന്ദ് ചേട്ടനൊക്കെ ഓൾറെഡി മ്യൂസിക് ഡയറക്ടർ പ്രോഗ്രാമിങ് ചെയ്യാറുണ്ട്. ഗോപി സുന്ദർ സാറിന് വേണ്ടിയൊക്കെ ഗോവിന്ദ് ചേട്ടൻ പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കിട്ടുന്നത് കാശായിട്ട് നോക്കിയാൽ ഇതിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഓൾവേസ് വാണ്ടഡ് ടു ഡു. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്. പീപ്പിൾ ആർ അക്സെപ്റ്റ് മോർ ദാൻ മണി. ഐ തിങ്ക് ദ റെസ്പോൺസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം പീപ്പിൾ ലൈവ് ഷോയിലൊക്കെ പോകുമ്പോൾ, ദ റെസ്പോൺസ് ദാറ്റ് വി ഗെറ്റ് ഇസ് സംതിങ് വിച്ച് ഐ കാണ്ട് എക്സ്പ്രസ്. അത്ര വലിയ റെസ്പോൺസാണ്. അത് ഒരിക്കലും കാശ് കിട്ടിയിട്ട് നമുക്ക് കിട്ടില്ല. ആ റെസ്പോൺസ് ഒരിക്കലും, ഈവൻ പ്ലേ ബാക്ക് നമ്മൾ സ്റ്റുഡിയോയിലാണ് നമ്മൾ പാടുന്നു, പക്ഷെ ആ റെസ്പോൺസ് നമുക്ക് ഡയറക്റ്റ് അറിയുമ്പോൾ അതൊരു വേറൊരു സംഭവമാണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇഫ് യു ടോക്ക് അബൌട്ട് മീ, എന്നെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി സിംഗർ. നമ്മുടെ ഗോവിന്ദ് ചേട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, സിദ്ധു നിന്നെ വീട്ടിൽ വന്നിട്ട് ആരും വിളിക്കില്ല, സിദ്ധു വാ പാട് എന്നാണ് വിളിക്കുക. ഹൗ മച്ച് യു വോണ്ട് ടു ബി എ സിംഗർ എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഇപ്പോൾ കുറേ സിംഗേഴ്സ് ഉണ്ട്, കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി യു നീഡ് ടു പ്രാക്ടീസ്. കാരണം ഞാനിപ്പോൾ കൃഷ്ണ സാർ, മാധവ് സാറിനെ കാണുമ്പോൾ നമ്മളൊന്നല്ല, അവരുടെ മുമ്പിലൊക്കെ നമ്മളൊന്നല്ല. അവരുടെ പ്രാക്ടീസൊക്കെ കേൾക്കുമ്പോൾ തന്നെ, അവർ രാവിലെയൊക്കെ ഇരുന്നിട്ട് റിയാസൊക്കെ ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഞാൻ ഇത്ര പഠിച്ചിരുന്നെങ്കിൽ നല്ല ലെവലിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ആരുടെ മുമ്പിലും. പക്ഷേ ഇപ്പോൾ അത് ഇല്ല. എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ പാടുന്നത് ഐ സിങ് വിത്ത് മൈ ഹോൾ ഹാർട്ട്. ഐ ഗിവ് മൈ 100% ടു ഇറ്റ്. സോ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഫീൽ. ഐ ജസ്റ്റ് ഗിവ് ദ മാക്സിമം ഫീൽ ദാറ്റ് ഐ ക്യാൻ ഗിവ് ടു ദ സോങ്. ചിലപ്പോൾ എല്ലാ പ്രാവശ്യവും ആ സെയിം ഫീൽ കിട്ടില്ല. ഞാൻ ഭയങ്കര മൂഡിയാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ. ചിലപ്പോൾ നല്ല ഫീലിൽ പാടായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഇതായിരിക്കും. ബട്ട് ഐ തിങ്ക് ഹൗ മച്ച് യു വോണ്ട് ടു ബി, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇഫ് യു റിയലി വോണ്ട് ടു ബി എ പ്ലേ ബാക്ക് സിംഗർ, യു ഹാവ് ടു ഗോ ബിഹൈൻഡ് ഇറ്റ്. ഈ ഡെമോസ് കൊടുക്കുക,
കാരണം no one will come to your place, either be extraordinary, just practice and be an extraordinary singer that okay, I want this guy, he can only sing. യേശുദാസ് സാർ തന്നെയാണ്, യേശുദാസ് സാറിനെ പറ്റുള്ളൂ ആ പാട്ട് പാടാൻ. അപ്പോൾ either you have to be that or you have to go, you have to approach people, you have to give your demos, you have to കുറേ പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് അങ്ങനെ മണിക്കൂറുകളൊക്കെ വെറുതെ 5-6 മണിക്കൂർ ഒരു സീറ്റിലൊക്കെ വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ എനിക്ക് ചാൻസ് കിട്ടും എന്ന് കുറേ, അതൊക്കെയാണ് സംവെയർ ഹാസ് ഹെൽപ്ഡ് മീ. ആൻഡ് ആ ഡെഡിക്കേഷൻ ഇതാണ് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷെ കുറേ സ്റ്റോറി ഞാൻ തന്നെ വിചാരിക്കും ദൈവം ഇത് ഇത്ര വലിയ സംഭവമാണോ. കാരണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിക്കണത് ഞാൻ 4 വരെ പാടിയിട്ടുള്ളൂ, ആ മന്ദാര 4 വരെ. ബട്ട് ഇഫ് ഐ കുഡ് ചേഞ്ച് ദ പീപ്പിൾസ് തിങ്കിങ് ഓർ ലൈഫ്, ഐ മീൻ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് ഞാൻ കൊടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരുടെ ഫേസ്ബുക്കിൽ മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫ്രം ദ ഹോൾ ഹാർട്ടഡ് ദേ ഹാവ് ഒരു ഭയങ്കര സ്നേഹത്തോട് ഭയങ്കര ഇതിലാണ് അവർ മെസ്സേജ് ചെയ്യണത്. അപ്പോൾ അതിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷേ ഷീ ടോൾഡ് മീ ദാറ്റ് സിദ്ധാർത്ഥ്, ഐ വിൽ നെവർ ഫോർഗെറ്റ് യു ഇൻ മൈ ലൈഫ് ബിക്കോസ് എൻ്റെ അമ്മ, മൈ mother, she is paralyzed something for many years, okay, and she never smiled. അങ്ങനെ സ്മൈൽ ചെയ്തെന്ന് കണ്ടിട്ടില്ല ഞങ്ങൾ. പക്ഷേ ഈ പാട്ട് നൊസ്റ്റാൾജിയ പാട്ട് വെച്ചപ്പോൾ ആദ്യമായിട്ടാണ് ആഫ്റ്റർ 6-7 years ഷീ സീയിങ് എ സ്മൈൽ ഇൻ ഹെർ ഫേസ്. അപ്പോൾ അതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്കൊരു ഭയങ്കര ടച്ചായി പോയി. കാരണം ഇത്ര സംതിങ് ദാറ്റ് വി ഫീൽ ഗുഡ് അബൌട്ട് ദാറ്റ് വി ക്യാൻ. ഇത് എനിക്ക് തോന്നുന്നു ഈ റെസ്പെക്റ്റും ഈ സംഭവം ഒരു ആർട്ടിസ്റ്റിന് ഒരു മ്യൂസീഷ്യന് മാത്രമേ കിട്ടുള്ളൂ. അതായത് യു ബി എ ഡോക്ടർ. ഇപ്പോൾ കൃഷ്ണ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, കൃഷ്ണ സാർ എന്നെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടൊക്കെ കുറച്ച് അങ്ങനെ റിയാസൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ബോംബെയിൽ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ഇതുണ്ടായിരുന്നു, ഭജൻ ആ സംഭവം. അപ്പോൾ ഞാൻ അവിടെ പാടാൻ പോയത്. അപ്പോൾ കൃഷ്ണ സാറിന് പറഞ്ഞു, കൃഷ്ണ സാറും വാ നമുക്ക് അവിടെ ഒരു പാട്ട് സാർ പാടിയാൽ നന്നായിരിക്കും. അപ്പോൾ സാറ് പാടിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു 80 to 90 ഏജുള്ള ഒരു മുത്തശ്ശനായിരുന്നു. അപ്പോൾ ആള് എണീറ്റിട്ട് ഫുള്ള് വീൽ ചെയറിന് ഇരിക്കുകയായിരുന്നു, ഒരു ചെയറിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആള് എണീറ്റിട്ട് കൃഷ്ണ സാറിൻ്റെ കാല് തൊട്ടു. അപ്പോൾ ഞാൻ സ്റ്റണ്ടായി പോയി. പറഞ്ഞാൽ കൃഷ്ണ സാർ പറഞ്ഞാൽ കാണാൻ വലിയ ഹൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ ആളുടെ ഏജ് 26-27 ഉള്ള 26 എന്തോ ആണ് ആള്. അപ്പോഴാണ് ആള് എന്നോട് പറഞ്ഞത്, സിദ്ധാർത്ഥ് നോക്ക്, ഈ സംഭവം നമുക്ക് ഒരിക്കലും വേറെ എവിടെയും കിട്ടില്ല. ദാറ്റ് ബി എക്സ്പീരിയൻസ് സഡൻ. കാരണം ഈ ഡോക്ടറിൻ്റെ ആരും പോയിട്ട് ഡോക്ടർ അങ്ങനല്ല പറഞ്ഞാൽ ഉണ്ടാവാം, അവരുടെയും റെസ്പെക്റ്റീവ് സംഭവം ഉണ്ടാവും. പക്ഷേ ഈ സംഭവം വാസ് സംതിങ് വെരി ന്യൂ ആൻഡ് വെരി എന്താ പറയും, ഒരു മ്യൂസീഷ്യന് മാത്രം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണലി വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ ഒരു കുറേ എക്സ്പീരിയൻസസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്.